അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ വഹിദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, മഹാനായ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിൻ്റെ രാത്രിയിൽ പല നിലയ്ക്കുള്ള ശിക്ഷ അനുഭവിക്കുന്ന മനുഷ്യരെ കണ്ടു. അവിടുന്ന് പറഞ്ഞു, ഞാൻ ആകാശാരോഹണം ചെയ്യിക്കപ്പെട്ട രാത്രി ഒരു പറ്റം മനുഷ്യരുടെ അരികിലൂടെ ഞാൻ നടന്നു. അവർക്ക് ചെമ്പിൻ്റെ നഖങ്ങളുണ്ട്. ആ നഖങ്ങൾ കൊണ്ട് അവർ അവരുടെ മുഖവും നെഞ്ചും മാന്തിപ്പിളർത്തുന്നു. ഞാൻ കണ്ട മറ്റൊരു കൂട്ടർ വീർത്തുമുട്ടിയ വയറുമായി നടക്കാൻ പറ്റാത്ത നിലയിൽ അന്ത്യനാൾ സംഭവിക്കരുതേ, അന്ത്യനാൾ സംഭവിക്കരുതേ എന്നിങ്ങനെ വിലപിച്ചു കൊണ്ടിരിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഞാൻ ചോദിച്ചു, അവർ ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ചെമ്പിൻ്റെ നഖങ്ങൾ കൊണ്ട് മുഖവും നെഞ്ചും മാന്തിപ്പിളർക്കുന്ന നിലയിൽ താങ്കൾ ദർശിച്ച വിഭാഗം ജനങ്ങളുടെ അഭിമാനത്തിന് അല്പം പോലും വില കൽപ്പിക്കാതെ അവരുടെ അഭിമാനത്തെ സമൂഹമധ്യത്തിൽ പിച്ചിച്ചീന്തിയവരാണ്. വീർത്തുമുട്ടിയ വയറുമായി നടക്കാൻ പറ്റാത്ത നിലയിൽ ഖിയാമത്ത് നാൾ സംഭവിക്കരുതേ എന്ന് വിലപിച്ചു കൊണ്ടിരിക്കുന്ന വിഭാഗം അള്ളാഹു നിഷിദ്ധമാക്കിയ പലിശയെ വരുമാനമാർഗമായി സ്വീകരിച്ചവരാണ് നബിയെ. ഞാൻ മറ്റു രണ്ടു കൂട്ടരെ കണ്ടത് ഇപ്രകാരമാണ്. അഗ്നിയുടെ കത്രിക കൊണ്ട് സ്വന്തം ശരീരഭാഗങ്ങൾ ഛേദിച്ച് വികൃതമാക്കുന്ന ഒരു പറ്റം പുരുഷന്മാർ, സ്തനങ്ങൾ ബന്ധിച്ച നിലയിൽ അഗ്നിക്കിണറ്റിൽ അട്ടഹസിക്കുന്ന ഒരു പറ്റം സ്ത്രീകൾ. കൂടാതെ ഞാൻ ദർശിച്ച മറ്റൊരു വിഭാഗം, അവർക്ക് ഒട്ടകത്തിൻ്റേതുപോലുള്ള ചുണ്ടുകളുണ്ട്. അവരുടെ വായിലേക്ക് വലിയ മാംസ കഷ്ണങ്ങൾ വലിച്ചെറിയുന്നു. ഉടൻ തന്നെ അത് ദഹിക്കാതെ മലദ്വാരത്തിലൂടെ പുറത്തു വരുന്നു. ഈ പ്രവൃത്തി ആവർത്തിക്കപ്പെടുന്നു. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഇവർ ആരാണ് എന്ന് ഞാൻ ആരാഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു, അഗ്നിക്കിണറ്റിൽ അട്ടഹസിക്കുന്ന സ്ത്രീകളും അഗ്നിയുടെ കത്രിക കൊണ്ട് ശരീരഭാഗങ്ങൾ ഛേദിക്കുന്ന പുരുഷന്മാരും സ്വന്തം ശരീരത്തെ വ്യഭിചാരത്തിന് വേണ്ടി അണിയിച്ചൊരുക്കി വ്യഭിചാരം ജീവിത തൊഴിലായി സ്വീകരിച്ചവരാണ് പ്രവാചകരെ. ഒട്ടകത്തിൻ്റേതുപോലുള്ള ചുണ്ടുകളുള്ള ആ വിഭാഗം അനാഥകളുടെ ധനം അന്യായമായി കൈകാര്യം ചെയ്യുകയും കൈവശപ്പെടുത്തുകയും ചെയ്തവരാണ് പ്രവാചകരെ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നു, ഇതുകൂടാതെ വേറെ കുറേ വിഭാഗങ്ങളെയും ഞാൻ കണ്ടു. ഔറത്ത് പുറത്ത് കാണുന്ന നിലക്ക് കീറിപ്പറിഞ്ഞ് മുഷിഞ്ഞു നാറിയ വസ്ത്രം ധരിച്ച ഒരു വിഭാഗം, താങ്ങാനാകാത്ത വലിയ ചുമടുമായിട്ട് നിൽക്കാൻ പോലും കഴിയാതെ പ്രയാസപ്പെടുന്ന മറ്റൊരു വിഭാഗം. ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു, ഔറത്ത് പുറത്ത് കാണുന്ന നിലക്ക് കീറിപ്പറിഞ്ഞ് മുഷിഞ്ഞു നാറിയ വസ്ത്രം ധരിച്ച ആ വിഭാഗം അള്ളാഹു നിർബന്ധമാക്കിയ സക്കാത്ത് കൊടുക്കാൻ തയ്യാറാകാത്തവരാണ് പ്രവാചകരെ. താങ്ങാനാകാത്ത ചുമടുമായി നിൽക്കാൻ പോലും പ്രയാസപ്പെടുന്ന ആ വിഭാഗം സമുദായത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് അത് നിർവഹിക്കാതെ ജീവിച്ചവരാണ് പ്രവാചകരെ. സ്വന്തം ശരീരഭാഗങ്ങൾ പറിച്ചെടുത്ത് ഭക്ഷണമായി ഉപയോഗിക്കുന്ന മറ്റൊരു വിഭാഗത്തെയും നരകവാസികളുടെ ശരീരം വെന്തുരുകി ഒഴുകുന്ന ആ ദുർജലം കുടിക്കുന്ന മറ്റൊരു വിഭാഗത്തെയും ഞാൻ കണ്ടു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇവർ ആരാണ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, സ്വന്തം ശരീരഭാഗങ്ങൾ പറിച്ചെടുത്ത് ഭക്ഷണമായി ഉപയോഗിക്കുന്നവർ, സഹോദരൻ്റെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി ഗീബത്ത് പറഞ്ഞ് നടന്നിരുന്നവരും, ശരീരം വെന്തൊഴുകുന്ന നരകവാസികളുടെ ശരീരം വെന്തൊഴുകുന്ന ആ ദുർജലം കുടിപ്പിക്കപ്പെടുന്നവർ, ഭൗതിക ലോകത്ത് മദ്യപാനികളുമായിരുന്നവരാണ് നബിയെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അറിയിക്കുകയാണ്. ഇതേ പ്രകാരം അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഒരുപാട് മനുഷ്യർ ജീവിതത്തിൽ അവരുടെ തെറ്റുകൾക്ക്
അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വച്ചിരിക്കുന്ന വലിയ ശിക്ഷയുടെ നേർക്കുനേരെയുള്ള ലോകം ദർശിച്ച് മാനവരാശിക്ക് ഒരു ഗുണപാഠവും താക്കീതുമെന്നോണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ അത് മനുഷ്യ സമൂഹത്തിൻ്റെ മുൻപിൽ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്.